മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ തിത്തോസ് 2:7 ലെറ്റർ ടു ടൈറ്റസ് ചാപ്റ്റർ 2:7 ആരും കുറ്റം പറയാത്ത വിധം നിർദോഷമായ സംസാര രീതിയും പ്രകടമാക്കും. കർത്താവിന്റെ തിരുവത്താഴത്തെ ആവിഷ്കരിച്ചുകൊണ്ട് മൈക്കിളാഞ്ചലോ വരച്ച ചിത്രം വിശ്വപ്രസിദ്ധമാണ്. നല്ല മാതൃകയെ അംഗീകരിച്ച് പകർത്തിയതിനാലാണ് ഈ ചിത്രം ഇത്രമാത്രം പ്രശസ്തിയാകുന്നത്. നല്ല മാതൃകയെ അംഗീകരിച്ചാൽ പതിപ്പുകളും ഉത്തമങ്ങളായിരിക്കും. ക്രേത്ത ദ്വീപിലെ സഭയുടെ ചുമതല വഹിച്ചിരുന്ന തീത്തോസ് മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണമെന്ന് പൗലോസ്ലീഹ നിർദ്ദേശിച്ചു. ക്രൈസ്തവൻ പല രംഗങ്ങളും മാതൃകയായിരിക്കുവാൻ കടപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും ലോകത്തിൽ മാതൃകയായിരിക്കണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നു. ദൈവ ശുശ്രൂഷകർ ജനങ്ങൾക്ക് മാതൃകയായിരിക്കും. മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായിരിക്കും. ജ്യേഷ്ഠ സഹോദരങ്ങൾ ഇളയവർക്ക് മാതൃകയായിരിക്കും. സഹപാഠികൾക്കും സ്നേഹിതർക്കും മാതൃകയാകും. ലോകത്തിന് മാതൃകയായിരിക്കണമെന്ന് ലോകം പ്രതീക്ഷിക്കുന്നു. എങ്ങനെ നമുക്ക് ഉത്തമ മാതൃകകളാകുവാൻ സാധിക്കും? കർത്താവായ ഈശോയോട് ബന്ധപ്പെട്ടാൽ ഈശോയുടെ സ്വഭാവം നമ്മിൽ പ്രതിഫലിക്കും. ദൈവാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തും. ഒരമ്മയും മകനും കണ്ടുമുട്ടുമ്പോൾ സ്നേഹമെന്ന ശക്തി അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടും. അമ്മയുടെ ഹിതമനുസരിക്കുവാൻ സ്നേഹം മകനെ നിർബന്ധിക്കും. അതുപോലെ തന്നെ നാം ഈശോയുടെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവാത്മാവ് അവിടെ ആഗതനാകും. ഈശോയുടെ ഇഷ്ടമനുസരിക്കുവാൻ നമ്മെ നിർബന്ധിക്കും. അതിനുള്ള ശക്തി തരികയും ചെയ്യും. അപ്പോൾ നാം ഉത്തമ മാതൃകളായിരിക്കും. ഈശോയോട് ബന്ധപ്പെടുന്നവർ സ്വീകാര്യമായ മാതൃകകളാണ് എന്ന സത്യം നമ്മൾ മറന്നു. ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി നല്ല മാതൃകകളായി ജീവിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിച്ചിരിക്കുന്നു. അതിന് നമുക്ക് എല്ലാവർക്കും കഴിയണം. എന്റെ ജീവിതത്തിൽ ഞാനൊരു മാതൃകയാണോ? എനിക്ക് പരാജയമുണ്ടോ? അതോ ഞാനൊരു ദുർമാതൃകയായി മാറിയോ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ആത്മശോധന ചെയ്യാം. ആ ദുർമാതൃകളെ ഉപേക്ഷിച്ചുകൊണ്ട് നല്ല മാതൃകളായി ജീവിക്കുവാൻ നമുക്ക് പറ്റും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായി എപ്പോഴും എന്നേക്കും ആമേൻ.